ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി ചോറാണ്. വളരെ ടേസ്റ്റിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയ ചോറാണ്. നമ്മുടെ വീട്ടിൽ ഉള്ള സാധനം വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ചോറാണ്. നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കുറച്ച് എണ്ണയും ഒഴിക്കുക. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കുക. ഇതിന് അളവൊന്നുമില്ല, ചോറിൻ്റെ മുകളിൽ നിൽക്കണം വെള്ളം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് നമുക്ക് നെയ്യിട്ട് കൊടുക്കാം. ഇതിലോട്ട് 2 വറ്റൽമുളക്, ഒരു വലിയ പീസ് കറുകപ്പട്ട, 4 ഏലക്കായ, 5 ഗ്രാമ്പു, 2 തക്കോലം, ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് ഉഴുന്ന് പരിപ്പിടുക, കുറച്ച് പരിപ്പിടുക, എലിഫിൻ്റെ ഇല ഇടുക. നമുക്ക് വയറ്റാം. ഇതിലോട്ട് കുറച്ച് കശുവണ്ടി ഇടാം, കുറച്ച് മുന്തിരി ഇടാം. ഇതിലോട്ട് സബോള അരിഞ്ഞ് വെച്ചിടാം. 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഒരു ചെറിയ പീസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റി കഴിയുമ്പോൾ 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചോറ് ഇട്ട് കൊടുക്കാം. നമ്മളൊരു പാത്രത്തിലോട്ട് ചോറിട്ടിട്ട് അതിലോട്ട് മല്ലിയില ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറി ഇല്ലാതെയോ കറി കൂട്ടിയോ തിന്നാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.